ആരുമില്ല, ഒഴിഞ്ഞ സ്ഥലം. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അല്ല ആയിഷ, നമ്മളൊരു ഓട്ട മത്സരം നടത്തിയാലോ? ആയിഷ ബീവി കുട്ടിയാണ്, ആ ഒരു പ്രായമല്ലേ, ഞാൻ നടത്താന്ന്. റെഡി, 1 2 3 വിട്ട്, രണ്ടാളും വിട്ടു. സുബ്ഹാനല്ലാഹ്, ആയിഷ ബീവി കുട്ടിയായതുകൊണ്ട് ഒരൊറ്റ പോക്കാണ്. ആ പോക്ക് റസൂലുള്ളാഹി തങ്ങൾക്ക് അങ്ങനെ എത്താൻ കഴിഞ്ഞില്ല. ബേക്കിൽ വന്നപ്പോൾ ആയിഷ ബീവി ഇങ്ങനെ ചിരിച്ചിട്ട് വന്നപ്പോ എന്തായി, ഞാൻ ജയിച്ചില്ലേ ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ ചിരിച്ചു. അവിടെ നമ്മൾ തോറ്റു കൊടുക്കേണ്ടത് തോറ്റു കൊടുക്കണം, എല്ലായിടത്തും ജയിക്കാനെ വേണം. അത് നടക്കൂല. ഇപ്പൊ ചെറിയ കുട്ടികളെ മുമ്പിൽ നമ്മൾ തോൽക്കലില്ലേ? ഇപ്പൊ കൊച്ചു കുട്ടികൾ എടുക്കുമ്പോ നമ്മളെങ്ങനെ വർത്താനം പറയല്? നമ്മളിങ്ങനെ സാഹിത്യത്തിൽ ഇങ്ങനെ, ഓ മോളെ എന്താ ഇതിന്റെ വിശേഷം, ഇങ്ങനെ മറ്റേ ടിക്കിന്റെ പെൻറ്റിക്കിന്റെ ആ വർത്താനം നമ്മൾ പറയണത്. മാമു ആണോ? എവിടെ മാമുവാനെ പ്രയോഗമുള്ളൂ അല്ലേ? എന്താ ചോറാണോ എന്ന് വെച്ചൂടെ? നമുക്ക് ഭക്ഷണം വേണോ അങ്ങനെ ചോദിക്കല്ലേ നമ്മൾ? ഇല്ല, അത് വലിയവരോട് ചോദിക്കുമ്പോ ചെറിയ കുട്ടികൾ മാമു ചോദിച്ചോ, അങ്ങനെ അവിടെ നമ്മൾ താന്നു കൊടുക്കുക. ഇത് നമ്മൾ പഠിക്കണം. അപ്പൊ താവാൻ പഠിക്കേണ്ടടുത്ത് താവേണ്ടടുത്ത് താവണം, അങ്ങനെ തന്നെയല്ലേ? കുനിയേണ്ട അടുത്ത് കുനിയണോ? കുനിയേണ്ട അടുത്ത് കുനിഞ്ഞിട്ടില്ലെങ്കിൽ അബദ്ധം പറ്റും. അത് മറ്റോ കുനിയച്ച് നോക്കിക്കണ്ടവൻ. ഇയാൾ പറഞ്ഞ മാതിരി ഒരുത്തൻ നോക്കുമ്പോ അങ്ങനെ ഓന്റെ നെറ്റിമൊരു മുറി ഉണ്ട്, ഭയങ്കര മുറി. ഇത് എവിടെ വെച്ച് കുത്തിയതാന്ന് ഉറപ്പാ. അപ്പൊ എങ്ങനെ എന്തെവിടെ നെറ്റിമ മുറിയാൻ കൊമ്പ് പറ്റിയതാണ്. എവിടുന്ന് വെച്ച് ഞാൻ ആനപ്പുറത്ത് അങ്ങനെ പോകുകയാണ്. ആനപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോ മരത്തിന്റെ കൊമ്പ് തട്ടണമെങ്കിൽ വണ്ടിയൊക്കെ പോകുമ്പോ തട്ടല് സ്വാഭാവികമാണ്. ഈ ആന സ്പീഡ് കുറഞ്ഞ സാധനമല്ലേ, അതിന്റെ പുറത്തിങ്ങനെ പോകുമ്പോ കൊമ്പട്ടിട്ട് കോലത്തിന് മുറിയാവണമെങ്കിൽ. അപ്പൊ ഈ കണ്ടിട്ടില്ലേ കൊമ്പ് വെച്ച്? കൊമ്പൊക്കെ ഞാൻ കണ്ടില്ലേ. പിന്നെ എന്തി അവിടെ എത്തിയപ്പോൾ കുഞ്ഞൂടിന് ഞാൻ ആന കുനിയേക്കൊന്ന് വിചാരിച്ചു. നിങ്ങള് ആന കുനിയേക്ക് വിചാരിച്ചോ നിന്നാ അങ്ങനെ ഉണ്ടാവും. അത് ആന കുനിയേണ്ടോടത്ത് ആന കുനിയ, നമ്മള് കുനിയോട് നമ്മളനുകുനിയ, അങ്ങനെയല്ലേ? അത് ചിലപ്പോ അമ്മായിമ്മ താന്നു കൊടുക്കേണ്ടി വരും, ചിലപ്പോ മരുവള് താന്നു കൊടുക്കേണ്ടി വരും, ചിലപ്പം മകൻ നാടകം കളിച്ചേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ടാവും. കുടുംബ ജീവിതം എന്ന് പറയുന്ന നാടകമാണ്. അതിൽ കുറെ അഭിനയിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് മാത്രം. മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിയുടെ കൂടെ പോവാണ്. അങ്ങനെ ഓടി ഓട്ടത്തിൽ സുബ്ഹാനല്ലാഹ് ആയിഷ ബീവി വിജയിച്ചു. റസൂലുള്ളാഹി ചിരിച്ചു കൊടുത്തു. കൊല്ലങ്ങൾ കഴിഞ്ഞു. കുറെ കഴിഞ്ഞപ്പോ ഒരു ദിവസം ഇതേപോലെ രാവിലെ വന്നപ്പോ അല്ലാഹു റസൂൽ പറഞ്ഞു, അല്ല ആയിഷ, നമ്മൾ പണ്ടൊരു ഓട്ട മത്സരം നടത്തിയതാ, പിന്നെ നടത്തിയിട്ടില്ലല്ലോ, നോക്കല്ലേ എന്ന് വെച്ചു. ഇനി പണിയായി. ഇപ്പൊ നാളെ നേരം പോലത്തെ സാപ്പൂന്ന് പാണ്ടിയാട്ടും പയോടത്തേക്കും ആ ഓട്ടം അല്ലേ ഞാൻ പറഞ്ഞേ. അത് ഒഴിഞ്ഞ മരുഭൂമിയൊക്കെ കിട്ടി, ആരും ഇല്ല, നിങ്ങൾക്ക് ഏക്കർ തലൊക്കെ നടത്തിക്കോളി, കുഴപ്പമൊന്നുമില്ല. അല്ല PT ഉഷന്റെ തൊരേക്കൊന്ന് ചോദിച്ചാൽ നാളെ ഇനി പയോടത്ത് കൂടെ ഓടണമെന്നല്ല ഞാൻ പറഞ്ഞില്ല. പക്ഷെ ആ കുടുംബ ജീവിതത്തിലെ സെറ്റപ്പ് പറയുമ്പോ എന്താ നിങ്ങള് ഈ പെണ്ണിന് കെട്ടുക എന്ന് പറയുമ്പോഴേക്ക് തന്നെ എന്തോ ഒരു അധികാരം നമ്മൾ കയ്യിലെടുക്കുക. പുതിയാപ്പിളാര് നമ്മളെന്ന് മാത്രമല്ല പുരക്കാരും അങ്ങനെ തന്നെയാണ്. പെന്മാരൊക്കെ തന്നെ എന്ന് പറയുന്നത്, എന്റെ കുട്ടിനെ കൊണ്ടൊന്ന് പെണ്ണിടിച്ചോണം. എന്തിനെ? ഒന്നും അല്ല, ഉണ്ടായതിനോള് കെട്ടിച്ചു പോയില്ലേ, മാത്രല്ല ഉള്ളോക്ക് സ്കൂൾക്ക് പോകാനുണ്ട്. അപ്പൊ ഇച്ചൊന്ന് കൈക്കല കൂട്ടാനേ അതിനെ ടെക്സ്റ്റൈൽസ് ഒഴിവാക്കി ശീലണ്ട് നോക്കുക. കെട്ടിക്കൊണ്ടിരുന്ന പെണ്ണിനെ അല്ല കൈക്കല കൂട്ടണം. ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം, ബേജാറാവണ്ട. എല്ലാവരും ഒന്ന് ഒരുങ്ങി നിൽക്കുക. ഇസ്ലാം പഠിപ്പിച്ചത് എന്താണ് എന്നുള്ളത്. കാരണം എന്താ പറയുക, നമുക്ക് ചിലപ്പോൾ ചില ആളുകളൊക്കെ ഇതൊക്കെ പഠിച്ചു മനസ്സിലാക്കി അടിസ്ഥാനം ചിലപ്പോ പുതിയണ്ണും പുയ്യാപ്പും വരുമ്പോൾ ഓള് വായിലോന്ന് കൊടുക്കാൻ ഓന്റെ നേതല് കാണുമ്പോഴത്തെ കണ്ടില്ലേ ഓളിങ്ങനെ അങ്ങനെ തന്നെ വേണ്ട. പിന്നെ തുമ്പ കയറാൻ വേണ്ടി ഓള് വരുമ്പോഴത്തിന് അതിനെ വന്നിട്ട് അങ്ങനെ തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ബഹുമാനപ്പെട്ട റസൂൽ പഠിപ്പിച്ചത് അങ്ങനെയല്ലേ. അതിന്റെ ദോശ ചുടുമ്പോഴും നെയ്യപ്പം ചുടുമ്പോഴും പറക് കയറുമ്പോഴും ഇങ്ങനെ ബിസ്മില്ലാ പറഞ്ഞിട്ട് അങ്ങനെ. അതുപോലെ തന്നെ അൽഹംദുലില്ലാ അരിടാണെങ്കിൽ അതിനും ബിസ്മില്ലാ. എന്തിനേറെ പറയണം, തീ നീക്കുമ്പോഴും ഒലക്ക കുത്തുമ്പോഴും ഏത് സമയം മാങ്ങാ ചമ്മന്തിക്കട അരക്കുമ്പോൾ ചെല്ലിയ കേൾക്കണമെങ്കിൽ സലാത്തൊക്കെ ചെല്ലിയിട്ടുണ്ടെങ്കിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ആ പൂമോള് രസം നിങ്ങൾ. ഇതാണ് പണ്ടത്തെ നമ്മളന്മാര്. ഇപ്പൊ ഒരു കണ്ണ് ടിവിക്ക് ഒരു കണ്ണ് അടുപ്പുക്കാണ്. അത് അടുപ്പ് മാറി ഗ്യാസ് ആയത് ഇപ്പൊ നല്ല കാര്യം കിട്ടിക്കോളി. അടുപ്പാണെങ്കിൽ എന്താ വരാൻ പോണോ അള്ളാഹു. പിന്നെ കുക്കർ ഉള്ളത് കൊണ്ട് വേവ് കൂടാതെ മെഷീൻ ഇങ്ങനെ ഒച്ച കേൾക്കുന്നോണ്ട് പേക്കാതെ പോവുകയാണ്. ഇതൊക്കെ സംഭവം അലാറുള്ളതുകൊണ്ട് സുബൈക്ക് വെച്ചിട്ടുണ്ട് കാരണം ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു കുടുംബജീവിതത്തിന്റെ വശം. ആ മകളുടെയും മരുമകനും ഇടയിലങ്ങിരിക്കുന്നു. സംസാരമൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, വെള്ളം വേണ്ട തണീനും വേണ്ട, അവിടെ കടന്നോ, ഞാനിതാ വരുന്നു. ഇതാ റസൂലുള്ളാഹ്. ആ മുത്തനബിയാണ് ആയിഷ ബീവിനോട് ചോദിക്കുന്നത്, ഓടല്ലേ
അപ്പൊ അന്നത്തെ ഓട്ടത്തിൽ ജയിച്ച മധുരം ആയിഷ ബീവി വിട്ടിട്ടില്ല, പോകുക എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്രാവശ്യം ആയിഷ ബീവി ഒരു പെണ്ണായിക്കണം. പെണ്ണായ പിന്നെ കുട്ടികളായ മാതിരി അല്ലല്ലോ. അങ്ങനെ UP സ്കൂളിൽ പോണ പെൺകുട്ടിനെ മാതിരി +2 പോണ പെൺകുട്ടി ഞമ്മക്ക് അങ്ങനെ തന്നെയാണ്. നാളെ ഞാൻ പറയും അത് ഞമ്മക്ക് കുട്ടിയാണ്, പക്ഷെ കുട്ടിയല്ല പെണ്ണ് പെണ്ണായിക്കണം. ഇൻഷാ അല്ലാഹ് പറയാം. കുട്ടിയല്ല, കുട്ടിന്ന് പേരില് കുട്ടി ഉണ്ടാവും, അത് കുഞ്ഞാല് കുട്ടി ഇപ്പോഴും കുട്ടിയല്ലേ, പേരില് വലിയ പേരില്ലേ, കുട്ടിയാമത് കുട്ടിയല്ലേ. അത് ചോദിക്കണം നിങ്ങൾ. അങ്ങനെ നമ്മളൊക്കെ കുട്ടിയമാക്കാന്ന് പറയും കുട്ടിനെ, അത് കുട്ടിയാണ്, പക്ഷേ പ്രായം കൊണ്ട് വല്യപ്പയാണ്. അതുപോലെയാണ് UP സ്കൂളിൽ പോകുന്ന പെൺകുട്ടിയല്ല, +1 +2 ഇൻഷാ അല്ലാഹ് പറയാം. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട മുഅദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി മത്സരിക്കുന്നു. ആയിഷ ബീവി ഓടിയിട്ടാണ് എത്തുന്നില്ല. റസൂലുള്ള കൂളായിട്ട് മുമ്പിലെത്തി. ആയിഷ ബീവി ഇങ്ങനെ നാണം കൂടി ഇങ്ങനെ വന്നപ്പോ ആയിഷ ഇത് അന്നത്തേന് പകരാട്ടോ എന്ന് പറഞ്ഞു. ഏത് ഇത് അന്നത്തേന് പകരാ, അന്ന് ഇജ്ജ് ജയിച്ചില്ലേ, ഞാൻ തോറ്റു, ഇന്നിപ്പോ ഞാൻ ജയിച്ചു, തോറ്റു, ഇപ്പൊ ഡ്രോ ആയി. നിങ്ങള് ഇത് സത്യത്തിൽ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. അതായത് കുറെ തമാശകൾ വേണം, കുറെ കാര്യങ്ങൾ വേണം, കുറെ ചർച്ചകൾ നടക്കണം. അത് ഭാര്യയും ഭർത്താവും മാത്രം പോരാ, അമ്മോശനും മരുവനും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മളൊക്കെ നാട്ടിൽ മരുക്കൾ എന്ന് പറയുമ്പോഴൊക്കെ തന്നെ അങ്ങനെ അമ്മോശൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏത് ആലിമാണെങ്കിലും ഏത് തങ്ങളാണെങ്കിലും മരുവനായ പിന്നെ തായാണ്. നമ്മൾ ധാരണ അങ്ങനെയാണ്. ഇൽമിലുള്ള ബഹുമാനം എപ്പോഴും പോകൂല. പിന്നെ പെങ്ങളൊന്ന് വിളിച്ചൂടാ, പിന്നെ ഇജ്ജ് തന്നെ വിളിച്ചോളം, വിളിച്ചിട്ടില്ലെങ്കിൽ വല്ലതും സംഭവിക്കുന്നിടത്തോളം ഒന്നും വരൂല. ഇൽമിലുള്ള ബഹുമാനം അങ്ങനെ തന്നെയാണ്. അതൊക്കെ കഴിച്ചാൽ ഞാനൊക്കെ തന്നെയാണ്. കോഴിക്കോട് പെണ്ണിട്ടുകൊണ്ട് ഇപ്പോഴും പുതിയ അപ്പറയാണ്, അങ്ങനെ ഉണ്ടല്ലോ. അത് നിങ്ങളെ നിന്നെ വിളിക്കുക, അത് അങ്ങനെ തന്നെ പോവുക. ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും കോഴിക്കോട്ടേക്ക് കൊണ്ടണ്ട, ഞാൻ പറയാം, കിട്ടിയതായാലും കഴിഞ്ഞില്ലേ, അതങ്ങനെ നടന്നു പോവുക. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താ നിങ്ങള് നാം മനസ്സിലാക്കേണ്ടത്, ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമികമായ കുടുംബജീവിതം ഉണ്ട്. ഖുർആൻ വരച്ചു കാണിച്ച ഇസ്ലാമിക ജീവിതം ഉണ്ട്, കുടുംബ ജീവിതമുണ്ട്. അത് വളരെ സന്തോഷകരമായി നീങ്ങാനാണ്. അതുകൊണ്ട് പെണ്ണിന് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇസ്ലാം കൊടുത്തു, ആണിനും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് ആണിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷനെ വിളിച്ച് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച എന്താ കാര്യങ്ങളും, കല്യാണം കഴിക്കാൻ കുടുംബജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളെ വിളിച്ചിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞു, എല്ലാരും പെണ്ണിട്ടുണ്ട്, എന്നാ നമ്മളും കിട്ടും. അങ്ങനെ കേട്ടണ്ട, അങ്ങനെ കുടുംബജീവിതം നടത്തണ്ട. നിനക്ക് ബാഅത്തുണ്ടോ? അത് രണ്ടർത്ഥം പണ്ഡിതന്മാർ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ആ പെണ്ണിനെ പോറ്റാൻ ആവശ്യമായ സാമ്പത്തികമായ ശേഷിയും ചുറ്റുപാടും നിനക്കുണ്ടോ? രണ്ട്, ആ പെണ്ണിനെ പോറ്റാൻ ആവശ്യമായ ആരോഗ്യവും ശേഷിയും നിനക്കുണ്ടോ? എങ്കിൽ അവൻ കല്യാണം കഴിക്കേ, അല്ലാത്തവനെ പണിക്കൊരുങ്ങണ്ട. എന്തുകൊണ്ട്? ആ പെണ്ണിന്റെ ജീവിതം നീ വാങ്ങുകയാണ്. നിസാര കളിയല്ല ഇത്. കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവമാണ്. പരിശുദ്ധമായ ഇസ്ലാം കല്യാണം കഴിക്കാന്ന് പറയുന്നത് വല്ലാത്ത കൂലി കൊടുത്തിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ പറഞ്ഞു തരാം. അത്രയും പുണ്യകരമായ വിഷയത്തിന് ഒരുങ്ങുന്ന സമയത്ത് അത് നീ ഒരു കളിയായി കാണാൻ പാടില്ല. നല്ലൊരു പരിപരുത്ത ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്കാണ് നീ കാലെടുത്ത് വെക്കുന്നത്. അതുകൊണ്ട് മോനെ, നിന്നെ കുറിച്ച് നീ തന്നെ ആലോചിച്ചോ. ഒരു പെൺകുട്ടിയുടെ ഭാവി നീ കളയാൻ പാടില്ല, ഒരു കുടുംബത്തിന്റെ ഭാവി കളയാൻ പാടില്ല, നിന്റെ പേര് ചീത്തയാക്കാൻ പാടില്ല, നിന്റെ കുടുംബത്തിന് വഷളാക്കാൻ പാടില്ല. അതുകൊണ്ട് നിനക്ക് കല്യാണം കഴിക്കാനുള്ള സാമ്പത്തിക ശേഷിയും ശാരീരിക ശേഷിയും രണ്ടും നിനക്കുണ്ടോ? എങ്കിൽ മാത്രം നീ കല്യാണം കഴിച്ചോ. കാരണം എന്താ, നിങ്ങൾ അത് രണ്ടും ഉണ്ടാകുമ്പോഴേ ദാമ്പത്യം വിജയിക്കുള്ളൂ. ഒരാണിന് ചെയ്തു കൊടുക്കേണ്ട എന്തൊക്കെ ഹിദമകൾ ഉണ്ടോ അത് കണ്ടറിഞ്ഞിട്ട് പെണ്ണ് ചെയ്തു കൊടുക്കണം, പറഞ്ഞിട്ടല്ല. അത് ഞാൻ വായിച്ചു ഇൻഷാ അല്ലാഹ്. നല്ല പെണ്ണുങ്ങളെ ലക്ഷണം പറയുന്നുണ്ട്. നല്ല പെണ്ണുങ്ങളുടെ ലക്ഷണം എന്താന്ന് ചോദിച്ചാൽ, അതിങ്ങനെ നെറ്റ് തട്ടടലും വയബ് ഇങ്ങനെ എടുത്തേക്കലും ഇതിൽ കൂടെ അങ്ങോട്ട് പയ്യാക്കി തോത്തിയാലും മുടി വെക്കലും +2 പഠിക്കലും അല്ല. നല്ല പെണ്ണുങ്ങൾ ലക്ഷണം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പുരുഷന്മാർക്ക് ലക്ഷണം പറയുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ്